അത് തന്നെയാണ് ഇപ്പൊ 2025 പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 150 ആപ്ലിക്കേഷനെങ്കിലും വിട്ടാലാണ് 10-15 ട്രയലിനെങ്കിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് 2025 UK വന്നത് വെറുത്തിട്ടാണോ അല്ലയോ, അതാണ് നമ്മുടെ വീഡിയോ എന്ന്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കുറേ മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ 2024 ജാനുവരിയിലാണ് ഇവിടെ വന്നത്. ഞാനിപ്പോൾ പഠിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റം സെക്യൂരിറ്റിയാണ്. ഹെഡ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റിയിലാണ്. അതെന്ന് പറഞ്ഞാൽ 1 ഇയർ കോഴ്സും അല്ല, 2 ഇയർ കോഴ്സുമാണ് എടുത്തേക്കണേ. അത് എടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് പകുതിക്ക് വെച്ച് ഞാൻ പറയാം. പിന്നെ ഞാനൊരു സ്റ്റുഡൻ്റാണ് ഇപ്പോഴും നിലവിൽ. 2 ഇയർ കോഴ്സാണ്. അപ്പോൾ ഞാൻ നേരിട്ട കുറേ കാര്യങ്ങളുണ്ട്. അത് 2024 പറയാം. ബട്ട് അത് തന്നെയാണ് ഇപ്പോൾ 2025 പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 2024 ഇവിടെ ജാനുവരി വന്ന സമയത്ത് ഇവിടെ വിൻ്റർ ടൈമാണ്. പാർട്ട് ടൈം നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഏകദേശം ഒരു 2-3 മാസത്തോളം നല്ല സ്ട്രഗിൾ കിട്ടി. കാരണം എന്ന് പറഞ്ഞാൽ അത് വേറൊരു സീനും കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഡോംസിലറി എന്ന് പറയുന്ന ലൈക്ക് കെയർ ഹോം പോലത്തെ ഒരു വർക്കാണ് അത്. എന്ന് വെച്ചാൽ കെയർ ഹോം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ലൈക്ക് നമ്മൾ വീട്ടിൽ ചെന്ന് അവരെ ട്രീറ്റ് ചെയ്യണം. മനസ്സിലായോ? അവരെ വേണ്ട കെയറും അവർക്ക് വേണ്ട പരിപാടി അത് അവരങ്ങനെ ഷിഫ്റ്റ് അസൈൻ ചെയ്ത് തരും. ഇന്ന വീട് കാര്യങ്ങളെല്ലാം. പക്ഷെ അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഇവിടെ ഇതിന് കയറാൻ പോയപ്പോൾ അവർ റെഫറൻസ് ചോദിച്ചു. റെഫറൻസ് ഒരു ട്യൂറ്ററിൻ്റെ ആണ് ആദ്യം ചോദിച്ചാൽ. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് പറഞ്ഞ് ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള ആരെങ്കിലും NHS ഫീൽഡിൽ വർക്ക് ചെയ്ത ആരെങ്കിലും റെഫറൻസ് കൂടി വേണമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഇവിടെ പുതിയതായിട്ടാണ് വന്നത്, എനിക്കറിയാവുന്ന ആരുമില്ല. അത് കാരണം അതിൻ്റെ പുറകെ ഞാൻ കുറേ ട്രെയിനിങ് കാര്യമൊക്കെ ആയിട്ട് ഏകദേശം 2 മാസത്തോളം അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം ഈ ഗ്യാപ്പിൽ ഞാനാണെങ്കിൽ വേറെ ജോലിക്കൊന്നും സെർച്ച് ചെയ്തിട്ടുമില്ല. ഇതിൻ്റെ പുറകെ നടന്നറിഞ്ഞ് ഇത് കിട്ടും എന്നുള്ളൊരു ഹോപ്പിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വേറെ നിവർത്തിയില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആരുമില്ല അറിയാവുന്ന വേറെ റെഫറൻസിന് വേണ്ടി. പിന്നെ അതിൻ്റെ പുറകെ പോയുമില്ല. അത് വേറൊരു കാര്യം. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. അത് നേരെ അവരെ വിളിച്ച് ക്യാൻസൽ ചെയ്യില്ല. ലൈക്ക് എനിക്കിപ്പോൾ അടുത്ത എക്സാം ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് 2 കൂടി കൊണ്ടുപോകാൻ പറ്റിയാല ഞാൻ ഇതോടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവരെ വിളിച്ച് പറഞ്ഞു. അവർ എപ്പോഴും വിളിയായിരുന്നു. ലൈക്ക് അവർക്ക് റെഫറൻസും കാര്യമൊക്കെ വേണമെന്ന് പറഞ്ഞ്. ആ ടൈമിന് ആ ജോലിക്ക് ഇതുണ്ട്. പക്ഷെ അവർക്ക് റെഫറൻസിൻ്റെ ഇത് ഭയങ്കര അവർക്ക് ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞു. ഞാൻ കുറേ അവരോട് ചോദിച്ചു ലൈക്ക് ഇത് ഒരാളുടെ പോരാ ട്യൂട്ടറിന്. അപ്പോൾ അവർക്ക് അത് പോരാ, 2 പേരുടെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഒരു ഭയങ്കര സീനായിരുന്നു. ഇതിൻ്റെ പുറകെ നടന്ന് കുറേ സമയം ഞാൻ വെറുതെ കളഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇൻഡീഡിലായിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. നല്ലൊരു CV ഉണ്ടാക്കി. ആദ്യത്തെ ഞാൻ കുറേ CV ഒക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് വലിയ ഇത് തന്നെയില്ല. എല്ലാം അൺഫോർച്ചുനേറ്റ്ലിയാണ് വന്നത്. അപ്പോൾ ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്ത് ലൈക്ക് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോണ ജോബിന് ഓറിയൻറ്റഡ് ലൈക്ക് അത് തന്നെ ഒരു മുൻഗണന കൊടുത്തിട്ട് കുറേ CV ഞാൻ ഉണ്ടാക്കി. അങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചില സ്ഥലത്ത് നിന്ന് നല്ല പോസിറ്റീവ് ഇത് വന്നിട്ട് അവർ ഇതിന് വിളിക്കാനുണ്ട്, ട്രയലിന് വിളിക്കാൻ തുടങ്ങി. കുറേ ട്രയലിന് പോയി ഗൈസ്. ഒരു 10-15 ട്രയലിനെങ്കിലും ഞാൻ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോസ്റ്റ എന്നാ പറയാനാ, പിന്നെ കുറേ ഷെഫിൻ്റെ ഇതിന് എല്ലായിടത്തും ഞാൻ പറഞ്ഞ. പക്ഷെ അപ്പം ഞാൻ അത് വേറൊരു കാര്യം ശ്രദ്ധിച്ചില്ല. ലൈക്ക് ഞാൻ ചറുപറ കൊടുക്കണത് ചിലതൊക്കെ ഫുൾ ടൈമുമാണ്. അപ്പോൾ ഈ ഫുൾ ടൈമിൻ്റെ ഇതിൻ്റെ ട്രയലിന് പോയി കഴിയുമ്പോൾ അവർക്ക് ഞാൻ ഓക്കെയാണ്. ബട്ട് അവർക്ക് എന്നാ ചെയ്യാനാ, അവർക്ക് ഫുൾ ടൈമറിനാണ് വേണ്ടത്. ഞാനാണെങ്കിൽ ഒന്നാമത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് കൂടെ നമുക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ പോയി. അങ്ങനെ പിന്നെ ഈ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളത് നിസ്സാരം ഒന്ന് ജസ്റ്റ് കയറി ഒന്ന് സെർച്ച് ചെയ്ത് ജസ്റ്റ് 2-3 ആപ്ലിക്കേഷൻ വിട്ട് അങ്ങനെയല്ല. ഒരു ദിവസം 150 ആപ്ലിക്കേഷനെങ്കിലും വിട്ടാലാണ് എവിടെന്നെങ്കിലും ഒരു 2 വിളിയെങ്കിലും വരുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തോരം അധ്വാനിക്കുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും നിങ്ങൾ അവർ വിളിക്കുന്നത്. അത് നിങ്ങൾ ആലോചിക്കണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്ന് പറഞ്ഞാൽ രാവിലെ കയറി ഇൻഡീഡിൽ അപ്ലൈ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചെയ്യും. പിന്നെ രാത്രിയിലും ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ചില ജോബിൻ്റെ പോസ്റ്റൊക്കെ അവർ തോന്നുമ്പോഴേക്കായിരിക്കും. നമ്മളിപ്പോൾ രാവിലെ രാവിലെ ഒരെണ്ണം കണ്ട് അന്ന് എല്ലാം അപ്ലൈ ചെയ്തിട്ട് പക്ഷെ വൈകിട്ട് കയറി നമ്മൾ നോക്കിയില്ല. പക്ഷെ ചിലവരപ്പോൾ രാത്രി ആയിരിക്കും ചില അക്കൗണ്ടിൽ അവിടെ ചില ഷോപ്പിൻ്റെ വേക്കൻസീസ് തരണം. അപ്പോൾ എപ്പോഴും കയറി നോക്കണം. ലാസ്റ്റ് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഇൻഡീഡിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ലാസ്റ്റ് നമ്മളിപ്പോൾ ഒന്നുകൂടി ഇൻഡീഡ് എടുക്കുമ്പോൾ യു ഹാവ് അപ്ലൈഡ് ദിസ് എന്ന് പറഞ്ഞ് വേറെ ജോബൊന്നും ഇല്ല അപ്ലൈ ചെയ്യാനൊക്കെ പറഞ്ഞ് വന്നിട്ട് ആ സീനൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം എനിക്കൊരു ജോബിൽ നിന്നൊരു വിളി വന്നു. അതെന്ന് പറഞ്ഞാൽ പ്രിറ്റ മാനേജർ എന്ന് പറയും. ഏകദേശം അവർ സ്റ്റാർബക്സിൻ്റെയൊക്കെ ഒരു മോഡൽ പോലത്തെ ഒരു കമ്പനിയാണ് ഇവിടെ. എന്ന് വെച്ചാൽ കോഫിയൊക്കെയാണ് മെയിൻ ഫോക്കസ് ചെയ്യണം. കോഫിയും പിന്നെ കുറേ സാൻഡ്വിച്ചസ് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. അപ്പോൾ അവിടെ എനിക്ക് വിളി വന്നത് ബാരിസ്റ്റൊക്കെയാണ്. ഞാൻ അപ്ലൈ ചെയ്താണ്. ലാസ്റ്റ് ഒരു ഗതി ഇല്ലാത്തപ്പോൾ നമ്മൾ എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്യുമല്ലോ. അങ്ങനെ കിട്ടിയതാണ് ബാരിസ്റ്റ ആയിട്ട്. ഇവിടെ വന്ന് കയറിയപ്പോൾ ആ ഒരു ട്രയലിന് വിളിച്ച് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഞാൻ ഓർത്ത് ഈ ജോലി കയ്യിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എനിക്കറിയാമെന്നല്ല, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന കാരണം എന്നാ പറയാനെ എനിക്ക് ആകെ അറിയാവുന്ന ഫിൽട്ടർ കോഫി പിന്നെ ലാറ്റയും കേട്ടിട്ടുണ്ട്. വേറെ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ പൊന്നളിയ ഇവരുടെ കുറേ ഒരു ലിസ്റ്റിങ് എടുത്ത് കാണിച്ചു തന്ന് ലാറ്റെ, ക്യാപ്പച്ചീനോ, മോക്ക, അമേരിക്കാനോ. ഞാനപ്പോൾ തേഞ്ഞെന്ന് ഓർത്തു. പക്ഷേ എന്നാ പറയുക, അവിടുത്തെ മാനേജറാണ് സപ്പോർട്ടായിട്ട് പേടിക്കേണ്ട, നിങ്ങൾ 1 മാസം കൊണ്ട് തന്നെ നീ റെഡിയാവുമെന്ന് പറഞ്ഞ് പുള്ളി എനിക്കൊരു കോൺഫിഡൻസ് തന്നത്. അത് കാരണമാണ്
ഞാൻ അവിടെ സെറ്റായത് എന്ന് വെച്ചാൽ. പക്ഷേ ഞാൻ പഠിച്ചെടുത്തിട്ടോ, എൻ്റെ കുറേ ഹാർഡ് വർക്ക് ഐഡിയൻസും കാര്യങ്ങളും. അപ്പോൾ എന്ന് വെച്ചാൽ അറിയാലോ, ഇപ്പോൾ ഒരു കോഫി ഉണ്ടാക്കണമെങ്കിൽ ഇവിടുത്തെ പല രീതിയായിരിക്കും. സ്റ്റീമിങ് ചെയ്യണത് വേറെ രീതിയാണ്, ക്യാപച്ചീനോയ്ക്ക് ലാറ്റെ. അപ്പോൾ അതൊക്കെ ഞാൻ ഒറ്റയടിക്ക് പഠിച്ചെടുത്തത് കാരണം പിന്നെ കുഴപ്പമില്ലായിരുന്നു, കുറച്ച് ഹാർഡ് വർക്കും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ജോലിയാണ് ഗൈസ് ബാരിസ്റ്റ എന്ന് പറയുന്നത്. വെച്ചാൽ ഏകദേശം നല്ല പേ ഉണ്ട് ഇവിടെ. അപ്പം നിങ്ങൾ, ഞാൻ കാര്യം പറയുന്നത്, നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ നിങ്ങൾ ഇതിലൊക്കെ ഒന്ന് ജസ്റ്റ് പാർട്ട് ടൈം ആയിട്ട് കിട്ടാൻ കുറച്ച് സുഖമുള്ള ജോലിയൊക്കെയാണ് ഇത്. അപ്പം ചെറിയ കോഫീനെയൊക്കെ പറ്റി നിങ്ങൾ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഏകദേശം അത്യാവശ്യം നല്ല പേ ഉണ്ട് ഇവിടെ. എനിക്ക് ഏകദേശം ഇവിടെ കിട്ടുന്ന 12.10 ആണ് കിട്ടുന്നത്. അതേ പ്ലസ് കുറേ ബോണസൊക്കെ ഇവർ ആഡ് ചെയ്യണമുണ്ട്. അപ്പം അത്യാവശ്യം നല്ല പേ ആണ്. പാർട്ട് ടൈം ആയിട്ട് നിൽക്കുമ്പോൾ ഈ ജോലി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ജോലിയാണ്. പിന്നെ നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലി തന്നെയാണ് ഗൈസ് കിട്ടുന്നത്. അപ്പോൾ ഇതിലങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ എൻ്റെ കോഴ്സ് 2 ഇയർ ആണ്. അപ്പോൾ 2 ഇയറിൽ ഞാൻ ഇവിടെ അങ്ങ് നിന്ന് പോയി, ഇവിടെ തന്നെ നിന്ന് പോകും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെയൊക്കെ നോക്കുന്നുണ്ട്. ലൈക്ക് കുറേ ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യണമുണ്ട്. ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തും ചെയ്യാനില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വർക്കും എന്നതാ യൂണി എല്ലാം കൂടി കൊണ്ടുപോകാൻ കുറച്ച് പാടാണ്. അതുള്ളതാട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ കുക്കിങ്ങും വീട്ടിലൊക്കെ ആയിരുന്നപ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു. എന്നാ വീട്ടിലെ അമ്മയും അച്ഛനൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് തരും. ഇവിടെ അങ്ങനെയല്ല ഗൈസ്. ഇവിടെ നമ്മൾ യൂണിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിത്തം തന്നെ കുറച്ച് കുറഞ്ഞ്, എന്നാ പറയാനാ. യൂണിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ രാത്രിയാവും. പിന്നെ ക്ഷീണം, പിറ്റേ ദിവസം ആകുമ്പോൾ ചിലപ്പോൾ വർക്ക് കാണും. അപ്പോൾ നേരത്തെ കിടന്ന് ഉറങ്ങേണ്ട വരും. അങ്ങനത്തെ കുറേ എന്നാ പറയുക ട്രൂത്തൊക്കെ ഉണ്ട്. പലരുടെയും എന്നാ പറയുക ലൈഫ് ഡിഫറെൻ്റ് ആണ്. ലൈക്ക് ഇവിടെ കുറേ പേര് അവരുടെ ഓൾറെഡി സെറ്റിൽഡ് ആയ ചേട്ടൻ്റെയും അവരുടെ കൂടെ നിൽക്കുന്നവരുണ്ട്. അവർക്കൊന്നും വലിയ സീനില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഏകദേശം ഒരു നമ്മുടെ നല്ലൊരു വീടിൻ്റെ ഒരു സെറ്റപ്പ് തന്നെയാണ് അവർക്കും ഉള്ളത്. അപ്പോൾ അതിന് വലിയ വിഷയം. പിന്നെ ഞാൻ എടുത്ത കോഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റം സെക്യൂരിറ്റി ആണ്. കുറച്ച് പാടായിട്ടുള്ള കോഴ്സാണ്, ഉള്ള കാര്യം പറയല്ല. 2 ഇയർ കോഴ്സാണ്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ. ലൈക്ക് എനിക്കറിയാവുന്ന കുറേ പേര് ഇവിടെ ആപ്പൂപ്പ കോഴ്സ് എടുത്ത് വന്നിട്ടുണ്ട്. ലൈക്ക് ആ കോഴ്സിൻ്റെ പേര് ഞാൻ എടുത്ത് പറഞ്ഞില്ല. പിന്നെ വേറെ ഒരു കോഴ്സിൻ്റെ പേര് എനിക്ക് എടുത്ത് പറയണമെന്നുണ്ട്. ലൈക്ക് ബിസിനസ് മാനേജ്മെൻറ്റ്, അങ്ങനത്തെ റിലേറ്റഡ് ആയ കോഴ്സ്. ആ കോഴ്സിനൊക്കെ ഇവിടെ ഒടുക്കത്തെ കോമ്പറ്റീഷനാണ്, ഒന്നും പറയാനില്ല. ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞവർക്ക്, നല്ല ടാലൻ്റ് ഉള്ളവരും അതുകൂടെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമാണ് ഇവിടെ കൂടുതലും ജോലി കിട്ടുന്നത്. അവിടെ ഒരു കൊച്ചേക്കടെ, സോറി. ഇവരുടെ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഇവർ കുറേ ഇങ്ങനെ ട്രൈ ചെയ്യും PSW ഇങ്ങനെ ജോലിക്ക് വേണ്ടി. മിക്കവർക്കും കിട്ടാറില്ല. അവസാനമാകുമ്പോൾ അവർ എന്നാ പറയാനാ തട്ടിക്കൂട്ടി എവിടെന്നെങ്കിലും ഒരു വിസ കിട്ടി. ലൈക്ക് കെയർ ഹോമിൻ്റെയൊക്കെയാണ് ഞാൻ കൂടുതലും കണ്ടേക്കണേ. ഇവിടെയൊക്കെ കുറേ പരിപാടിയുണ്ട് ഇങ്ങനെ കെയർ ഹോമിൻ്റെയൊക്കെ. ലൈക്ക് കാശ് കൊടുത്തൊക്കെ കയറണം. കുറേ ഇവിടെ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ എടുത്ത് പറയാനില്ല, നടക്കണതാണ്. ആൾക്കാരുടെ ലൈഫാണ്. എവിടെയെങ്കിലുമൊക്കെ കരയറ്റണം എന്നൊക്കെ പറ്റി അതിനും പിന്നെ കുറേ കാശൊക്കെ ലോൺ എടുത്തിട്ടാണ് വിസയിലൊക്കെ കയറണത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഈ ചുമ്മാ ആപ്പൂപ്പ കോഴ്സൊന്നും എടുക്കാൻ നിൽക്കല്ലേ. എടുക്കുമ്പോൾ അത്യാവശ്യം ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി ചെക്ക് ചെയ്യണം. എന്നിട്ട് പിന്നെ നിങ്ങൾ അതും എടുത്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓക്കെ കോഴ്സ് എടുത്ത് എല്ലാം സെറ്റായി, കുറച്ച് പാടാണ് പക്ഷേ ഞാൻ പാസ്സായി അങ്ങനത്തും കാര്യമില്ല. നിങ്ങൾ പിന്നെ അധ്വാനം ചെയ്യണം. അതിന് വേണ്ട സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ലൈക്ക് നിങ്ങളിപ്പോൾ ഒരു ജോബിന് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് അവർ കുറേ സ്കിൽസൊക്കെ നോക്കി പിന്നെ കോഴ്സ് എടുത്ത് പറ്റി ആ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡെവലപ്പ് ചെയ്ത് എന്തായാലും കിട്ടാണ്ടൊന്നും ഇരിക്കില്ല ഗൈസ്. ഇപ്പോൾ തന്നെ എനിക്കറിയാൻ എത്ര പേര് പിന്നെ പാർട്ട് ടൈമിൻ്റെ കേസ് തന്നെ ഒന്നും എന്നാ പറയാനാ. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന വീട്ടിൽ തന്നെ ഞാനിപ്പോൾ ഇതിനൊക്കെ ഇത്രയും അപ്ലൈ ചെയ്തിട്ട് ഞാനൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവന്മാർ നിനക്ക് എങ്ങനെയാണ് കിട്ടണം, നിനക്ക് എങ്ങനെ ഇത്ര ഈ ട്രയലിന് വിളിക്കണത്. അപ്പം ഞാൻ അവരോട് പറയും ഞാൻ അപ്ലൈ ചെയ്യണമുണ്ട്. ഇവന്മാർ ചെയ്യണില്ല. ഇവന്മാർ തന്നെ 2 ആപ്ലിക്കേഷൻ വിട്ടിട്ട് വെറുതെ അവിടെ കറങ്ങി നടന്ന് മറ്റേ എന്നാ പറയാനാ ഗെയിമൊക്കെ കളിച്ച് കൂട്ടത്തോടെ അടിച്ച് പൊളിച്ചൊക്കെ നടക്കുമ്പോൾ അല്ലാണ്ട് എങ്ങനെ കിട്ടാനാണ് ഗൈസ്. നിങ്ങൾ അധ്വാനിച്ചാലാണ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, മനസ്സിലായില്ലേ. അധ്വാനിച്ച ഇവിടെ എന്തും കിട്ടും. ലൈക്ക് പണ്ട് ആരാണ്ടും പറഞ്ഞ പോലെ മുട്ടുവിൻ തുറക്കപ്പൊടി, എല്ലാ വാതിലും നമ്മൾ മുട്ടണം. അപ്പം അത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വേണ്ടി തുറന്നു തരും, മനസ്സിലായില്ലേ. അതാണ് ഇവിടുത്തെ ചോയ്സ്. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ലൈക്ക് ഇങ്ങോട്ട് വന്നാൽ നാട്ടിലിപ്പം നിങ്ങൾ നടക്കുന്ന ഒരു രീതിയല്ല ഇവിടെ വന്നാൽ. നിങ്ങൾ ഒന്നേന്ന് പറഞ്ഞ് ബിൽഡ് ചെയ്തു തന്നെ. ലൈക്ക് അപ്പോൾ കുറച്ച് കഷ്ടപ്പാടാണ് ആദ്യമൊക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് സെറ്റ് ആകും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിലിപ്പോൾ എനിക്ക് തന്നെ ഞാൻ BC ആണ് ആദ്യം പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ പേര് അറിയാം, എൻ്റെ ഫ്രണ്ട്സ് തന്നെ നിസാരം പൈസക്കൊക്കെയാണ് ജോലി ചെയ്യണത്. പക്ഷെ ഇവിടെ ഞാൻ പാർട്ട് ടൈം ചെയ്ത് ഉണ്ടാക്കണതിൻ്റെ പകുതി അവിടെ കിട്ടുന്നില്ല. അതാണ് മെയിൻ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾ രക്ഷപ്പെടുന്നത് നിങ്ങൾക്കൊരു തോട്ടം ഉണ്ടെങ്കിൽ, ലൈക്ക് ഞാൻ പറയില്ലേ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇവിടെ കിട്ടും. നിങ്ങൾക്ക് എന്തായാലും ജോലിയും കിട്ടും, നിങ്ങളുടെ ലൈഫും മാറും. അതിന് ഞാൻ ഉറപ്പ് വരാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ചിലവ് ഇല്ലെന്നല്ല ഗൈസ് പറയണത്. ഞാൻ ഇപ്പോൾ ജോലിക്ക് പോയി പണിയെടുക്കണം, പകുതി മുക്കാൽ കാശും എൻ്റെ റെൻറ്റിനും എൻ്റെ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസിനും പോകുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസ് ഉള്ള സിറ്റിയാണ്. ഇപ്പോൾ ചെറിയൊരു സാധനത്തിന് വരെ നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അയ്യോ നമുക്ക് അരച്ചിൽ വരാൻ വരും ഗൈസ്. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ എന്നാ പറയാനാ, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലിവിങ് സ്റ്റൈല് നിങ്ങളൊന്ന് ചുരുക്കി പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് സേവ് ചെയ്യാം. ഇങ്ങോട്ട് ലോൺ എടുത്താണ് വന്നത്. അപ്പോൾ ലോണും അടക്കണം. അത് കാരണം എനിക്ക് അങ്ങോട്ട്
അത്യാവശ്യം കുറച്ച് ഇതായിട്ട് ലാവിഷായിട്ട് നടക്കാനും പറ്റത്തില്ല. ഞാനും ഒന്ന് ഒതുങ്ങിയാലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ട് വേണം ഗൈസ് നിങ്ങളും വരാൻ. അപ്പോൾ ഇങ്ങോട്ട് വന്നത് വർത്തിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർത്തിട്ടാണ് ഗൈസ്, ഒന്നും പറയാനൊന്നുമില്ല. നല്ല നഗരമാണ്, ഓപ്പർച്യൂണിറ്റികൾക്ക് എല്ലായിടത്തും ഉണ്ട്. നിങ്ങളൊന്ന് അന്വേഷിക്കേണ്ട കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് കിട്ടും. ഞാൻ പിന്നെ വേറെയും കുറേ വീഡിയോ ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ട, ലൈക്ക് യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ യൂക്കേനെ കുറെ കുറ്റം പറയണൊക്കെ. അത് കുറേയൊക്കെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഗൈസ്. എനിക്കറിയാവുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ പറഞ്ഞാൽ അവന് 3-ാം ദിവസം അവന് ജോലി കിട്ടി, അതും പാർട്ട് ടൈം. അത് ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലൈക്ക് നിങ്ങൾ അന്വേഷിക്കുക, അവൻ അന്വേഷിച്ചിട്ടോ ഉള്ള കാര്യം പറയല്ല. അവൻ രാവിലെ തന്നെ ഇറങ്ങി എല്ലാ കടയിലും ഒക്കെ പോയി ചോദിച്ചു ഇങ്ങനെ പാർട്ട് ടൈം ഉണ്ടോ, ആളെ വേണോ, ആളെ എടുക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ഫൈനൽ റെസ്റ്റോറൻറ്റ് പെട്ടെന്ന് കിട്ടി. അതാണ് പറഞ്ഞത്, നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വേറൊരു സീൻ എന്ന് പറയുന്നത്, നിങ്ങൾ മാക്സിമം സെപ്റ്റംബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയും കിട്ടും. പിന്നെ ഇവിടെ ഞാൻ വന്ന ജാനുവരിയിലാണ്, അന്നാണ് എൻ്റെ പൊന്ന് ഇവിടെ എന്ന് പറഞ്ഞ ആൾക്കാർ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യണത് ക്രിസ്മസ് ഒക്കെയാണ്. ക്രിസ്മസും ന്യൂ ഇയറും കൂടി ഒരുമിച്ച് വരാനുള്ള മാക്സിമം അവരെ അടിച്ചു പൊളിച്ചൊക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ ബിസിനസ് കുറച്ച് ഡൗൺ ആയിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. ഇവിടെ വന്നപ്പോഴാണ്, ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കും മനസ്സിലായത്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ആടി സെയിലൊക്കെ ഇല്ല, കർക്കിടക മാസം, അതുപോലെയാണ് ഇവന്മാർക്ക് ജാനുവരി മാസം. അപ്പോൾ മാക്സിമം നിങ്ങൾ ഒരു ഏപ്രിൽ തൊട്ട് ഒരു സെപ്റ്റംബർ വരെയൊക്കെ വന്നാൽ ഇവിടെ അത്യാവശ്യം വേക്കൻസി എന്ന് വെച്ചാൽ സമ്മർ ടൈമാണ്, കൂടുതൽ കച്ചവടമൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ആൾക്കാർ അവർക്ക് മാക്സിമം വേണം. അപ്പോൾ ഗൈസ്, നിങ്ങൾ നെഗറ്റീവ് മാത്രം നോക്കിയിരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ ഞാൻ നിന്നിട്ടിരുന്നപ്പോൾ ഉള്ള ഒരു ഇതിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്. ലൈക്ക് എൻ്റെ ലിവിങ് സ്റ്റൈൽ കുറേ ഇമ്പ്രൂവ് ആയി, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്കിപ്പോൾ മാറ്റം വന്നു. ലൈക്ക് എൻ്റെ ജീവിത രീതിയാണെങ്കിലും. പിന്നെ ഞാൻ ഈ അടുത്ത് നാട്ടിൽ പോയിട്ട്, ഞാൻ 1 ഇയറായി വന്നിട്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ 1 വർഷത്തിനുള്ളിൽ തന്നെ നാട്ടിൽ പോയി. ചിലവർക്കൊക്കെ ഉള്ള ഡൗട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ പോകാൻ പറ്റുമോ. ഞാൻ പോയിട്ടോ, ഉള്ള കാര്യം എനിക്ക് ഇവിടെ കുറച്ച് സേവ് ചെയ്തിട്ട് ഞാൻ അപ്പം തന്നെ പോയി എൻ്റെ വീട്ടുകാരെ കണ്ടിട്ടാണ് ഞാൻ പിന്നെ രണ്ടാമത്തേക്ക് വന്നത്. അതെൻ്റെ 2 ഇയർ കോഴ്സും കൂടി ആയത് കാരണമാണ് പറയാൻ ചെയ്യുക. ചിലവർക്ക് 1 ഇയർ കോഴ്സ് ആകുമ്പോൾ ചിലപ്പോൾ നാട്ടിൽ പോകാനുള്ള ടൈം കിട്ടിയില്ലെന്ന് വരും, പക്ഷെ എനിക്ക് കിട്ടി. പിന്നെ നിങ്ങൾ നെഗറ്റീവ് മാത്രം നോക്കിയിരുന്ന അവിടെ നോക്കിയിരിക്കത്തേ ഉള്ളു. നല്ല രസമുണ്ട് കേട്ടോ ഇതിനൊക്കെ കാണാൻ. ഇത് അരയന്ന കേട്ടോ, ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമാണ്. നോക്കിയ ഗൈസ്, വെള്ളമൊക്കെ കുടിച്ച്. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞു വന്ന് അപ്പോൾ പിന്നെ ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ നാട്ടിൽ നിങ്ങളിപ്പോൾ നിന്നിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, നിങ്ങൾക്ക് അടുത്തത് എന്നാ പറയാനാ. ഞാൻ ആലോചിച്ച് പോലും നിൽക്കാൻ നിന്നില്ല. എൻ്റെ കോഴ്സ് കഴിഞ്ഞ് BCAയുടെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ ആ ഇയർ തന്നെ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള പരിപാടി നോക്കി എല്ലാം സെറ്റ് ചെയ്ത് ഞാനിങ്ങനെ വന്നതാണ്. അതെന്ന് വെച്ചാൽ എനിക്കറിയാം നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വേറെ ചിന്തിച്ചിട്ട് കൂടിയില്ല. ലൈക്ക് നാട്ടിൽ നിന്ന് ഞാൻ വേറെ എന്ത് ജോലി ചെയ്യും, എന്തിനു പോകും, അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ നേരെ ഇങ്ങോട്ട് കയറിപ്പോയാണ് ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഞാൻ രക്ഷപ്പെടുന്നുള്ള, ഞാൻ ഹാർഡ് വർക്ക് ചെയ്താൽ രക്ഷപ്പെടുന്നുള്ള കാര്യം എനിക്കറിയാം. ലൈക്ക് അത് ആ ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു, അത് കാരണമാണ് ഞാൻ കയറി വന്നത്. അപ്പോൾ ഗൈസ്, UK വന്നത് വെറുത്തിട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വെറുത്തിട്ടാണ് ഗൈസ്. എനിക്ക് കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ മാറി. പിന്നെ പോരാത്തതിന് എനിക്ക് പിന്നെ നാട്ടിലോട്ടാണെങ്കിലും വീട്ടിലായിട്ട് എനിക്ക് എപ്പോഴും അയച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യമൊക്കെ കുറച്ച് എമൗണ്ടൊക്കെ അയച്ചു കൊടുക്കാനും പറ്റുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ വന്നുകൊണ്ടാന്ന് ഞാൻ പറയില്ല, നാട്ടിലിപ്പോൾ നല്ല ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ബട്ട് ഞാൻ ചൂസ് ചെയ്തത് UK ആണ്. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കിത് വെറുത്തിട്ടായിട്ട് തന്നെയാണ് ഗൈസ് തോന്നിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടോ, അതിനൊക്കെ നമ്മൾ റിപ്ലൈ ചെയ്തിട്ട് ഒരു വീഡിയോ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, ബൈ.